ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം നമ്മൾ ചായക്കടിക്കായിട്ട് ഉണ്ടാക്കിയത് ഉഴുന്ന വടയാണ്. നല്ല പുറമേ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ഉഴുന്നെല്ലാം നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ടായി. ഞാനിവിടെ എടുത്തത് മൂവന്നെയുള്ള ഉഴുന്നാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ച പോലത്തെ ഉഴുന്നല്ല, ഫുള്ളായിട്ടുള്ള റോൾഡ് ആയിട്ടുള്ള ഉഴുന്ന്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചായിട്ട് ലേശം വെള്ളം ഇങ്ങനെ കുറച്ച് തെറിപ്പിച്ചാൽ മതിയാവും. ഒരുപാട് വെള്ളം കോരി ഒഴിച്ചാൽ ലൂസായി പോകും, പിന്നെ ബാറ്റർ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ കിട്ടും. അധികം കട്ടയൊന്നും കെട്ടാൻ പാടില്ല, മുഴുവനായിട്ട് അരഞ്ഞിരിക്കുകയും വേണം, എന്നാലും ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ ചെറിയ ജാറിലിട്ട് അരച്ചാൽ നമുക്ക് കുറച്ച് ഇട്ടിട്ട് അരച്ചാൽ ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും, അധികം വെള്ളം വേണ്ടാനും. പിന്നെ ഞാൻ ഇതിലോട്ട് ഇടുന്നത് ഒരു ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 3 പച്ചമുളക് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടവോ കുറക്കോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തത് അധികം എരിവില്ലാത്ത ഉള്ളിയാണ്. അപ്പോൾ ഈ അരച്ചു വെച്ച മാവിലേക്ക് ഞാൻ 1 സ്പൂണ് അരിപ്പൊടി, അത് പത്തിരിപ്പൊടിയാണ്, ഫൈൻ പൊടി, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം ആക്കി കഴിഞ്ഞ് കഴിയുമ്പം ഫസ്റ്റത്തെ ഒരു വടയുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് പിന്നെ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ ഉള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് കുരുമുളക്. ഇവിടെ പൊടിയായിട്ടുള്ളതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് പകരം ഞാനിങ്ങനെ 3 കുരുമുളക് എടുത്തിട്ട് അതിങ്ങനെ ഇടിക്കലുണ്ടാവുമല്ലോ, അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതക്കുക. ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളക്, അതായത് വട ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ കടിക്കാൻ കിട്ടില്ലേ, അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇങ്ങനെ ഉള്ളിൽ കുരുമുളക് കടിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ കായത്തിൻ്റെ കുറച്ചിട്ടാൽ മതിയാവും, ഒരു 2-3 പിഞ്ച് അത്രയും മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇടുന്നത് മല്ലിയിലയാണ്, പിന്നെ ഒരു നുള്ളു കറിവേപ്പിലയും കൂടെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അധികം ലൂസായി പോയരുത്, കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾ വെള്ളം ഒന്നും കൂട്ടാൻ പാടില്ല. നമ്മളിപ്പോൾ ഉള്ള മാവിൽ വെള്ളം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു വെള്ളത്തിൽ കുറച്ച് ചേർത്തിട്ട് മാവ് എടുത്തിട്ട് ഇട്ട് നോക്കി അതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് കറക്റ്റാണെന്ന് അതിനർത്ഥം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം നടുവിലൊരു ഹോളും കൂടി ആക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ കയ്യിൽ ഇച്ചിരി വെള്ളം ആക്കിയിട്ട് കൈ ഒന്ന് കഴുകുന്ന പോലെ ആക്കിയാൽ മതി. എന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നല്ല സൂപ്പർ വടയായിരുന്നു. ആ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കുറച്ച് നേരം കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സും ഒന്നും മാറുന്നൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് തരണേ. അതുപോലെ ഇത്രയൊക്കെയുള്ള വിശേഷം, വീണ്ടും കാണാം. ബൈ.